എന്താടാ ഇതാ അറിയോ നീ എന്നെ അറിയോ? എന്താ ഇങ്ങനെ നോക്കുന്നേ? മണം പിടിക്കണോ നീ? അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, എല്ലാം സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണോ? ഒരുപാട് വിശേഷങ്ങളൊന്നുമില്ല, മീൻസ് ഇന്നൊരു ചെറിയ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോയിരിക്കുക എന്നൊക്കെ വിചാരിച്ചു. ഒരുപാട് പ്രകൃതി ഭംഗിയൊന്നുമല്ല, ചെറിയ തോതിലൊക്കെ നല്ല പൂക്കൾ, തോടുകൾ, അതുപോലെ തന്നെ കായൽ, എയർപോർട്ടിൻ്റെ അടുത്തായതുകൊണ്ട് വിമാനമൊക്കെ താഴ്ന്ന് ഇങ്ങനെ പറന്നു പോകുന്ന കാണാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിക്കുക, ചെറിയ ചെറിയ ആസ്വാദനമൊക്കെ ഉള്ളൂ. അപ്പം അത് കൂടെ എൻ്റെ അമ്മയുണ്ട് കേട്ടോ. അമ്മയ്ക്ക് വയ്യായെങ്കിലും അമ്മ എൻ്റെ കൂടെ വന്നു. ഓക്കെ, അപ്പോൾ അമ്മ ഞാനും കൂടെ ഇങ്ങനെ എല്ലാം കണ്ട് കേട്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്നുള്ളത് ചെറിയ ഒരു കാര്യമല്ല. നമ്മളെന്നും ഇങ്ങനെ വീട്ടിനകത്ത് തന്നെ ഇരുന്ന് സിനിമയും കണ്ട് ഫോണും തോണ്ടിയിരുന്ന് മടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങണമല്ലോ. പുറത്തിറങ്ങി പ്രകൃതി ഒന്ന് ആസ്വദിച്ച് നല്ല പൂക്കളൊക്കെ കണ്ട് അപ്പോൾ അവിടെ നിന്ന് കാണുന്നത് ആ ഒരു മനസ്സുണ്ടാകുന്നത് നല്ല കാര്യം കേട്ടോ. നമ്മളെ മനസ്സിലുള്ള ടെൻഷൻസ് അതുപോലെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവും, അതിന് പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഒരുപാട് കാഴ്ചകളൊന്നും ഇല്ല അവിടെ. പാടങ്ങളോ മരങ്ങൾ, പുല്ലുകൾ. അപ്പോൾ അങ്ങനെയൊക്കെ പ്രകൃതിയുടെ ഒരു മനോഹാരിത കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനു വേണ്ടി വെറുതെ ഒരു യാത്ര കേട്ടോ. അപ്പം എല്ലാവർക്കും ഇങ്ങനെയൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. മീൻസ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പോയി എടുക്കുന്നത് കാണുന്നത് നന്നായിരിക്കും കേട്ടോ. നമ്മളെന്നും ഇങ്ങനെ വീട്ടിനകത്തിരുന്ന് തന്നെ ആരും ബോറടിക്കില്ല. അപ്പോൾ നമ്മളെപ്പോഴും അതുപോലെ മറൈൻ ഡ്രൈവ്, ബീച്ച് ഒക്കെ പോയിരിക്കുന്ന പകരം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളുണ്ടല്ലോ കാണാൻ പറ്റുന്ന, കുറച്ച് ഒറ്റയ്ക്കിരിക്കുന്ന സ്ഥലങ്ങൾ, ഒറ്റയ്ക്കിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി നമ്മുടെ മനസ്സ് ഒന്ന് പൂവൊക്കെ മണത്ത് ഒന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കുന്നത്, നല്ല കാറ്റ് കൊണ്ടിരിക്കുന്നതൊക്കെ സന്തോഷമുള്ള കാര്യം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ അറിയാം, അതിനെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പം ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമ്മൾ സ്വയം കണ്ടെത്തുക. അതുകൊണ്ട് എല്ലാവരും സന്തോഷിപ്പിക്കണമെന്ന് വിചാരിച്ച് നമ്മളൊന്നും പ്രതീക്ഷിക്കാണ്ട് ഉള്ളത് കൊണ്ട് സന്തോഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് എപ്പോഴും സിനിമയ്ക്ക് പോകുക അല്ലെങ്കിൽ എപ്പോഴും കറങ്ങി കിടക്കുക എന്നൊക്കെ നല്ലതാണെങ്കിൽ വല്ലപ്പോഴൊക്കെ ആവും. ഇതുപോലെ ഇതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയി ഒന്ന് ഒറ്റയ്ക്കിരിക്കാനും അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കുന്നതും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം പ്രവാസികളൊക്കെ അവർക്ക് അറിയാം, അതിൻ്റെ വിഷമം അറിയാൻ പറ്റും. ഇവിടെ നാട് വീട് വിട്ടൊക്കെ ഇങ്ങനെ പോയിരിക്കുമ്പം ജോലി സ്ഥലം, റൂം, നമ്മുടെ നാടിൻ്റെ മനോഹാരിതയൊന്നും അവർക്ക് പറ്റില്ല ആസ്വദിക്കാനൊന്നും. അപ്പം ഇങ്ങനെയുള്ള അവർക്കൊക്കെ അത് നമ്മുടെ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ. അപ്പോൾ നമുക്കൊക്കെ ഉള്ളപ്പോൾ അതിൻ്റെ കണ്ണിൻ്റെ വില മനസ്സിലാവില്ല എന്ന് പറയുമല്ലോ. ഉള്ളപ്പം നമുക്ക് കണ്ണിൻ്റെ വില മനസ്സിലാവില്ല എന്ന് പറയില്ല, അതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് ഇതിപ്പം ഒരുപാടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കണ്ടിരിക്കാൻ പറ്റിയ സ്ഥലമാട്ടോ. അപ്പോൾ അമ്മയുണ്ട്, അമ്മ പഴയ കൃഷിയൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഉള്ള കാര്യമൊക്കെ അമ്മ പറയും കേട്ടോ, അമ്മയൊക്കെ. അപ്പോൾ അമ്മയോട് ചോദിക്കാം അമ്മ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ. ഇതാണ് പള്ളപ്പാടം അമ്മേ? ഇത് വെള്ളപ്പാടം. എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന കാലത്ത് കൃഷിയായിരുന്നു ഇവിടെ. അപ്പൂപ്പനും ഞാനും അപ്പച്ചനൊക്കെ കൃഷി ചെയ്യലും നടലും ഒക്കെ ആയിരുന്നു. കാളത്തേക്കും കൊണ്ട് തേവും, കാളത്തേക്ക് ഇട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അപ്പച്ചന് വെള്ളമുണ്ടായി കഴിഞ്ഞപ്പോൾ ഇവിടെ കൊള്ളി കുത്തൽ, വാഴ വയ്ക്കൽ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാറും അത് പിന്നെ ഇപ്പം കുറേ ആളായിട്ട് അപ്പച്ചന് വെള്ളമുണ്ടായി പിന്നെ കൃഷി ചെയ്യലില്ല. നമുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല, പാടില്ല. പിന്നെ കാലൊക്കെ വയ്യാണ്ടല്ലേ, ആർക്കെങ്കിലും വല്ല പങ്കിനും ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്യാം. അല്ലാണ്ട് പിള്ളേർക്ക് ഇത് പുറത്തെ പണിയൊക്കെ ഒരു അതിനും പറ്റൂല. പിന്നെ ഇങ്ങനെ പങ്കിനോടൊക്കെ അല്ലെങ്കിൽ പാട്ടത്തിനോടൊക്കെ എന്തെങ്കിലും ചെയ്യാം. അല്ലാണ്ട് ഇങ്ങനെ തടസ്സഭൂമിയിട്ടാകാൻ പറ്റും. ഇത് എയർപോർട്ടിൻ്റെ അടുത്തോട്ട് വരും അല്ലേ? എയർപോർട്ടിൻ്റെ പടിഞ്ഞാറ് സൈഡ്. ഈ പുഴയിൽ കൂടെ ഒക്കെ ഒഴുകുന്ന പുഴയില്ലേ, അത് പള്ളപ്പാടം തോട്. പള്ളപ്പാടം തോടാ? ഞങ്ങളുടെ കൃഷിക്കൊക്കെ വെള്ളം എത്തുകൊണ്ടിരുന്ന തോട്. ഞങ്ങൾ ഇതിൽ അങ്ങോട്ടും അക്കരയ്ക്ക് അങ്ങോട്ടും കയറും ഇങ്ങോട്ടും തോട്ടിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി കയറി മാതിരി അക്കരയിൽ നിന്ന് വിറകായിട്ടും സാധനങ്ങൾ കൊണ്ടുവരുമായിരുന്നു. ഇപ്പോൾ ഒന്നിനും പോക്കില്ല, ഒന്നിനും എടുക്കലുമില്ല. ഒരു 50,000 രൂപ കൊടുത്തത്.
പണ്ട് കാലത്തെ വിലയാ? ഈ സൈമോൾ ഇളവള കെട്ടിയപ്പോൾ കൊടുത്ത 50,000 രൂപ. അവർ തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ 2 ലക്ഷം കൊടുക്കണമെന്ന് പറഞ്ഞു. വേണ്ടാന്ന് ഞാൻ നമ്മൾ കൊടുത്താൽ മതി, ഞാൻ തിരിച്ച് മേടിക്കണ്ടെന്ന് പറഞ്ഞ് മേടിച്ചില്ല. അവർ കമ്പിയോലി ഇട്ട് അങ്ങോട്ടായിരുന്നത്? അങ്ങ് ദൂരെയാണോ? ആ തെങ്ങ് വയ്ക്കുന്ന അവിടെയാ? ആ പട്ട വീണ് കിടക്കണ്ടേ പട്ടയുടെ അതാണ് അതിർത്തിയിലെ കമ്പി. എന്നിട്ട് അവിടെ നിന്ന് എവിടെ വരെ ഉണ്ടായിരുന്നു? അങ്ങ് ദൂരെ വരെ ഉണ്ടായിരുന്നു? വലിയ തെങ്ങില്ല, വലിയ തെങ്ങില്ലേ, ആ തെങ്ങ് വരെ ഉള്ളതാണ്. ആ വീട്ടുകാരെ വാങ്ങിച്ചല്ലേ? ആ വീട്ടുകാരല്ല, അല്ല പറമ്പേത്തുള്ളവരെന്ന് വാങ്ങിച്ചാണ്. ആ വീട് വന്നിരുന്ന അവിടെ നിന്ന് പറമ്പേത്താണ് വീട് സന്ധിപ്പിക്കുക. അപ്പോൾ പുതിയ വിശേഷങ്ങളും വീഡിയോയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്.